നമസ്കാരം. പ്രധാന വാർത്തകൾ. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 4 മണിക്കൂർ വൈകി. എയർപോർട്ടിൽ പ്രതിഷേധം. മുംബൈ വഴി കോഴിക്കോട്ടേക്ക് എത്തിക്കാമെന്ന അധികൃതർ. ബുദ്ധിമുട്ടിലായത് ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിച്ച 130 യാത്രക്കാർ. ഒമാനിൽ 4 പുതിയ ഇന്ത്യൻ സ്കൂളുകൾ കൂടി. മസ്കറ്റിൽ 3, ദുഃഖം നഗരത്തിൽ 1 സ്കൂളിന്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2 വർഷത്തിനകം ഖത്തറിൽ 41 സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യയും ഓസ്ട്രേലിയയും സൈനികേതര ആണവ കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് നരേന്ദ്രമോദി. സാനിയ മിർസയ്ക്ക് ആദ്യ US ഓപ്പൺ കിരീടം. നേട്ടം മിക്സഡ് ഡബിൾസിൽ ബ്രസീലിന്റെ ബ്രൂണോ സോറസുമൊത്ത്. സാനിയ ജോഡി തോൽപ്പിച്ചത് അമേരിക്കയുടെ അബിഗെയിൽ സ്പിയേഴ്സ് മെക്സിക്കോയുടെ സാന്റിയാഗോ ഗൊൺസാലസ് സഖ്യത്തെ. ലീഡ്സ് ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 41 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഒമാനിൽ 4 പുതിയ ഇന്ത്യൻ സ്കൂളുകൾ കൂടി വരുന്നു. മസ്കത്ത് നഗരത്തിൽ 3 വിദ്യാലയങ്ങളും ദുഃഖം നഗരത്തിൽ മറ്റൊരു സ്കൂളും നിർമ്മിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോഡി ചെയർമാൻ വിൽസൺ ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മസ്കത്ത് നഗരത്തിലെ അൽ-അൻസാബ്, അൽ-ഹെയിൽ, അമിറാത്ത് എന്നിവിടങ്ങളിലാണ് പുതിയ സ്കൂളുകൾക്ക് പദ്ധതിയിടുന്നത്. മസ്കത്ത് നഗരത്തിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അകലെ ഉസ്താ ഗവർണറേറ്റിലെ തുറമുഖ നഗരമാണ് ദുഃഖം. അവിടെ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അടുത്തെങ്ങും ഇന്ത്യൻ സ്കൂളുകളില്ല. മസ്കത്ത് നഗരത്തിൽ നിലവിൽ 6 ഇന്ത്യൻ സ്കൂളുകളുണ്ടെങ്കിലും പലയിടത്തും സായാഹ്ന ഷിഫ്റ്റ് ഏർപ്പെടുത്തിയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് നഗരത്തിൽ 3 സ്കൂളുകൾ കൂടി ആവശ്യമായി വരുന്നത്. ദുഃഖവും അൽ-അൻസാബും ഇത് വളരെ വ്യക്തമായിട്ടുള്ള നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. അല്ലവാബി നമുക്ക് സ്ഥലം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അല്ലവാബാഡ് ഇപ്പോൾ നിലവിലുള്ളൊരു ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ട്രാഫിക് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ട്രാഫിക് സ്റ്റഡി കൊടുത്താൽ മാത്രമേ നമുക്ക് സ്കൂളിന് പെർമിറ്റ് കിട്ടുള്ളൂ. ദുഃഖമിലും അൽ-ഹെയിലും സ്വദേശികളുടെ പിന്തുണയോടെ നാട്ടുകാരാണ് പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. മസ്കത്ത് നഗരത്തിൽ 2 വർഷത്തിനിടെ 20% സീറ്റ് വർധന ഉറപ്പുവരുത്താനാണ് ബോർഡ് ശ്രമിക്കുന്നത്. ഇതിനായി നിലവിലെ മബേല സിബിന്ദി സ്കൂളുകളുടെ സൗകര്യവും നിലവാരവും ഉയർത്തി ആകർഷണീയമാക്കുമെന്നും ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. മസ്കത്ത് നഗരത്തിലെയും ദുഃഖമിലെയും ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഇന്ത്യൻ സ്കൂളുകളുടെ അപര്യാപ്തത. പുതിയ സ്കൂളുകൾ എത്തുന്നതോടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. 2 വർഷത്തിനകം രാജ്യത്ത് 41 സ്കൂളുകൾ കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി ഖത്തർ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ സ്വകാര്യ സ്കൂളുകൾക്കും നിലവിലെ സ്കൂളുകളുടെ ബ്രാഞ്ചുകൾക്കും ലൈസൻസ് നൽകും. നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് ഇതെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഫൗസിയ അബ്ദുൽ അസീസ് ഖാദർ പറഞ്ഞു. 15 പുതിയ സ്കൂളുകൾക്കും 7 പുതിയ ബ്രാഞ്ചുകൾക്കും അടക്കം 22 സ്കൂളുകൾക്കാണ് ഈ വർഷം അനുമതി നൽകിയത്. ഇതിൽ പുതിയ 3 ഇന്ത്യൻ സ്കൂളുകളും 2 സ്കൂളുകൾക്ക് പുതിയ ബ്രാഞ്ചുകളുമുണ്ട്. പുതിയ സ്കൂളുകൾ ഈ വർഷം തുടങ്ങുമെങ്കിലും MES ഇന്ത്യൻ സ്കൂളിൻ്റെതടക്കം 2 ബ്രാഞ്ചുകൾ അടുത്ത വർഷം മാത്രമേ തുടങ്ങൂ. ഇതുകൂടാതെ 13 പുതിയ ഇൻഡിപെൻഡന്റ് സ്കൂളുകളും ഈ വർഷം ആരംഭിക്കും. ഇതോടെ രാജ്യത്തെ ഇൻഡിപെൻഡന്റ് സ്കൂളുകളുടെ എണ്ണം 178 ആകും. ഈ വർഷം മുതൽ ആഴ്ചയിൽ അറബിക് ക്ലാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഇതോടൊപ്പം ശരീഅത്ത് ക്ലാസുകളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ഈ വർഷത്തെ സാമ്പത്തിക ഫോറത്തിൽ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ ഖത്തർ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. 148 രാജ്യങ്ങൾക്കിടയിലാണ് ഖത്തർ ഈ മികച്ച റാങ്ക് നേടിയത്. മീഡിയ 1, ഖത്തർ. ബഹ്റൈനിൽ പുതിയ ട്രാഫിക് നിയമം അടുത്ത വർഷം മാർച്ച് മുതൽ നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രാലയം. ട്രാഫിക് നിയമലംഘനങ്ങളോടുള്ള സമീപനം കർക്കശമാക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങളാണ് നടപ്പിലാക്കുക. അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന വാഹനത്തിരക്ക് പരമാവധി നിയന്ത്രിക്കാനും കുരുക്കുണ്ടാകാതെ സൂക്ഷിക്കാനുമാണ് മന്ത്രാലയം മുൻഗണന നൽകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ട്രാഫിക് നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. ആണവ നിരായുധീകരണ കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്ന് കുവൈത്ത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. അംഗരാജ്യങ്ങൾക്ക് 1ാം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സ്വബാഹ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സ്വബാഹ് അയച്ച കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ആവശ്യപ്പെടുന്ന കരട് പ്രമേയത്തിന് പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ഈ മാസം നടക്കുന്ന IAEA ജനറൽ കോൺഫറൻസിലാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിനെ ആണവായുധരഹിത മേഖലയാക്കേണ്ടത് സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിന് സുപ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 4 മണിക്കൂർ വൈകി. ക്ഷുഭിതരായ യാത്രക്കാർ എയർപോർട്ടിൽ ഏറെ നേരം പ്രതിഷേധിച്ചു. ഒടുവിൽ യാത്രക്കാരുമായി വിമാനം മുംബൈയിലേക്ക് പറന്നു. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കാമെന്നാണ് വാഗ്ദാനം. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിച്ചവരടക്കം 130 യാത്രക്കാരാണ് വലഞ്ഞത്.
ഇന്നുച്ചയ്ക്ക് ഒമാൻ സമയം 12:55 മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് 4 മണിക്കൂറിലേറെ വൈകിയത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. വിമാനം പുറപ്പെടാൻ വൈകിയതോടെ എയർലൈൻസ് നൽകിയ ഭക്ഷണം ബഹിഷ്കരിച്ച് യാത്രക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതോടെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ കൊച്ചിയിലെത്തിക്കാമെന്ന് ഉറപ്പു നൽകി ഇവരെ ശാന്തരാക്കി. ഓണത്തിന് നാട്ടിലേക്ക് തിരിച്ച കൊച്ചുകുട്ടികളടക്കമുള്ള കുടുംബങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടിയത്. പലരും ഒമാനിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി എത്തിയവരായിരുന്നു. ഒടുവിൽ വൈകുന്നേരം 5-ന് തകരാറുകൾ താൽക്കാലികമായി പരിഹരിച്ച് വിമാനം മുംബൈയിലേക്ക് പറക്കുകയാണെന്ന അറിയിപ്പ് വന്നു. മുംബൈ വഴി കോഴിക്കോട്ടേക്ക് എത്താൻ സൗകര്യമൊരുക്കാമെന്ന ഉറപ്പിലാണ് യാത്ര പുനരാരംഭിച്ചത്. ഈ വിമാനം നേരത്തെയും പലതവണ തകരാറ് മൂലം യാത്രക്കാരെ വലിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന അൽഫുർജാൻ മാർക്കറ്റുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നിലവിൽ 13 സൂക്കുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. നിർമ്മാണം അവസാനിക്കാറായ മാർക്കറ്റുകളിൽ 117 കടകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാവുക. മർഖിയ ഏരിയയിലെ കടകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കുകയും സ്വദേശി ചെറുകിട കച്ചവടക്കാർക്ക് പ്രാമുഖ്യം നൽകുകയുമാണ് അൽഫുർജാൻ മാർക്കറ്റുകൾ തുടങ്ങുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവോണം എത്തുന്നതിന് മുമ്പേ സൗദിയിലെ പ്രവാസി മലയാളികൾ ഓണം ആഘോഷിച്ചു. ഓണത്തിന് ഏറ്റവും അടുത്ത ഒഴിവു ദിവസം പ്രയോജനപ്പെടുത്തി നിരവധി സംഘടനകളും കുടുംബങ്ങളും വിപുലമായി തന്നെയാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഒരുക്കിയ ഓണാഘോഷത്തിൽ 5000-ഓളം പേരാണ് പങ്കെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ പൂക്കള മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. 14 ഏരിയകളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കുടുംബിനികൾക്കായി ഒരുക്കിയ പായസ മത്സരത്തിൽ 45 സ്ത്രീകൾ പങ്കെടുത്തു. 17ഓളം വിഭവങ്ങളുമായി ഒരുക്കിയ ഓണസദ്യ 4500ഓളം പേരാണ് കഴിച്ചത്. ഓരോ ഏരിയയിൽ നിന്നുമുള്ള കേളി പ്രവർത്തകർ ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്നാണ് സദ്യ ഒരുക്കിയത്. നാട്ടിലെ ഓണം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നലാണ് ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. നാടൻപാട്ടും നാടൻ കലകളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഇനിയുള്ള ദിവസങ്ങളിലും ഓണാഘോഷം സൗദിയിൽ തുടരും. അവധി ദിവസങ്ങളിലാണ് സൗദിയിലെ മലയാളികളുടെ ഓണാഘോഷം. അതുകൊണ്ട് തന്നെ ഓണാഘോഷം ഇനിയുള്ള ആഴ്ചകളോളം തന്നെ തുടരും. റിയാദിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. കുവൈത്ത് മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. ഓണക്കോടിയും പൂക്കളും പച്ചക്കറികളും വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ് കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം. തിരുവോണ ദിവസം പ്രവൃത്തി ദിവസമായതിനാൽ പലരും അവധിയെടുത്താണ് ഓണം ആഘോഷിക്കുന്നത്. തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷം കേമമാക്കാനുള്ള അവസാന ഓട്ടപ്പാച്ചിലിലാണ് കുവൈത്ത് മലയാളികൾ. ഇന്നലെ മുതൽ രാജ്യത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. നാടൻ പച്ചക്കറി ഇനങ്ങളുടെയും ഓണക്കോടികളുടെയും വൻ ശേഖരം തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പ്രവാസി മലയാളികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഓണാഘോഷം മെയിനായിട്ട് ഞങ്ങൾ ഞായറാഴ്ച എല്ലാവരും അവധി എടുത്തേക്കുവാണ്. ഓണം ആഘോഷിക്കാനായിട്ട് വേണ്ടി മാത്രം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ആഘോഷിക്കാനുള്ള പരിപാടിയില്ല. അതിനുള്ള പർച്ചേസിംഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ്. ഓണപ്പൂക്കൾക്കും ആവശ്യക്കാർ ഏറെയാണ്. നാട്ടിലേതുപോലെ നാനാതരം പൂക്കൾ കിട്ടാൻ പ്രയാസമായതിനാൽ വർണ്ണക്കടലാസുകളും കൃത്രിമ പുഷ്പങ്ങളും കൊണ്ടുണ്ടാക്കുന്നതാണ് പ്രവാസിയുടെ പൂക്കളം. പേരിനെങ്കിലും ഇത്തിരി നാട്ടുപൂക്കൾ വേണമെന്ന് നിർബന്ധമുള്ളവരാണ് കിലോക്ക് 2.5 ദിനാർ നൽകി വിപണിയിൽ നിന്ന് പൂക്കൾ വാങ്ങുന്നത്. ഇവരെന്ത് പൂവാ കൊണ്ടുവരുന്നതല്ല, നമ്മള് നാട്ടിലൊന്നും കാണാത്ത പൂവാണ് ഇവിടെ. എന്തൊക്കെയോ പൂക്കള്. തുമ്പയും മൂക്കുറ്റിയും ഒന്നുമില്ലെങ്കിലും ഉള്ള പൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസ ലോകം. കുവൈത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓണം പ്രൊമോഷൻ ആരംഭിച്ചു. അൽ റായി ഷോറൂമിൽ നടന്ന ചടങ്ങ് ലുലു റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. മഹാബലിയും പുലിക്കളിയും ചെണ്ടമേളവും അടക്കം തികച്ചും കേരളീയ ശൈലിയിലായിരുന്നു 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് മേളയുടെ ഉദ്ഘാടനം. നടുമുറ്റത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടി. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നടന്ന വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. കുട്ടികൾക്കു വേണ്ടി ഓർമ്മയിലെ ഓണം എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഓണം മേളയുടെ ഭാഗമായി ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് പൂക്കള മത്സരവും അരങ്ങേറും. മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം 100, 75, 50 ദിനാറിന്റെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നൽകും. നിറബറ, ഡബിൾ ഹോഴ്സ് എന്നീ ബ്രാൻഡുകളുടെ സഹകരണത്തോടെ ഒരുക്കിയ മേളയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും ഓണക്കോടികൾക്കും പ്രത്യേക വിലക്കിഴിവ് ഏർപ്പെടുത്തിയതായും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
ഓണാഘോഷത്തോടനുബന്ധിച്ച് സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പായസ മത്സരം സംഘടിപ്പിച്ചു. 22 പേർ പങ്കെടുത്ത മത്സരത്തിൽ ഷേർലി ജോൺ, ജൂലി അജു എന്നിവർ വിജയികളായി. വിജയികൾക്ക് ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നജീബ് ഷാ, ഷാജഹാൻ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. പൂവിളി brought you by Dubai Gold and Diamonds. Dubai Gold and Diamonds ഇനി വളാഞ്ചേരി. Dubai Gold and Diamond വളാഞ്ചേരി. പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി ഹനീഫ മുന്നിയൂറിന് റിയാദിൽ സ്വീകരണം നൽകി. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗം സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് വേങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. UAE-യിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനകൾക്ക് ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ UAE എംബസി അവസരമൊരുക്കുന്നു. പ്രവാസി വിഷയങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന പരിപാടി കേന്ദ്ര പ്രവാസികാര്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. UAE-യിലെ വിവിധ ഇന്ത്യൻ സംഘടനാ പ്രതിനിധികൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും ആശയവിനിമയവും നടത്താനുള്ള അവസരമാണ് ഇന്ത്യൻ എംബസി ഒരുക്കുന്നത്. UAE-യിലെ ഇന്ത്യൻ അംബാസഡർ TP സീതാറാമാണ് UAE-യിൽ ആദ്യമായി നടക്കുന്ന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടനകൾക്ക് ഏതുവിധത്തിൽ ഇടപെടാനാകുമെന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രവാസികൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് യോഗം പരിശോധിക്കും. പ്രവാസി സംഘടനാ പ്രതിനിധികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നതിലൂടെ വിവിധ വിഷയങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികളെ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, സ്കീമുകൾ എന്നിവ സംബന്ധിച്ച് സർക്കാർ പ്രതിനിധികൾ യോഗത്തിൽ വിശദീകരിക്കും. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ സാധ്യതകൾ ആരായുകയും ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസികൾക്കായുള്ള പദ്ധതികൾ, പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ തുടങ്ങി സുപ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. മീഡിയ 1 ദുബായ്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകളെ കവിതകളിലൂടെ അതിജീവിക്കുകയാണ് ഗോപാലകൃഷ്ണൻ എന്ന കലാകാരൻ. ജീവസുറ്റ വരികളാണ് ഇദ്ദേഹത്തിൻ്റേത്. പ്രായത്തെ വെല്ലുന്ന വരികളിൽ ജീവിതം കോറിയിടുകയാണ് ഗോപാലകൃഷ്ണന്റെ കവിഹൃദയം. പാഠപുസ്തകങ്ങളുടെ ചങ്ങാതിയാവാൻ കുതിച്ച കാലത്ത് കടൽ കടക്കേണ്ടി വന്നെങ്കിലും ഇയാൾ അക്ഷരങ്ങളെ കൈവിടിഞ്ഞില്ല. +2 കഴിഞ്ഞ് സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ ഇയാളെ കാത്തിരുന്നത് വീട്ടിലെ പ്രാരാബ്ധങ്ങളായിരുന്നു. പക്ഷേ UAE-യിലെ ഒരു കടയിൽ ജോലി ചെയ്യുമ്പോഴും ഗോപാലകൃഷ്ണൻ കവിതയിലൂടെ സംസാരിക്കുകയാണ്. സമൂഹത്തിലെ അരാജകത്വങ്ങളോടുള്ള അമർഷമാണ് പലപ്പോഴും വരികളിൽ ഇയാൾ കോറിയിടുന്നത്. കാമം കനലായി കത്തുന്ന കണ്ണുകൾ. പീഡനത്തിനിരയാവുന്ന സൗമ്യമാർക്കു വേണ്ടി കുറിച്ച ഈ വരികൾ സുഹൃത്തും സംഗീത അധ്യാപകനുമായ ശ്രീഹരിയാണ് കമ്പോസ് ചെയ്തത്. നമ്മളെ നാട്ടിനെ കുറിച്ച് ഒരു കവിത എഴുതി. പൂമര കൊമ്പിലിരുന്നൊരു പൂങ്കുയിൽ പാടിയ ഗാനം. എന്ത് രസമാണിതെന്നോ എൻ കൊച്ചു ഗ്രാമം ഇതെന്നോ. അങ്ങ് കിഴക്കുള്ളൊരു കുന്നിൽ പൂമൊട്ട് പോലൊരു പുലരി. ആ മൊട്ട് മെല്ലെ വിരിഞ്ഞു തുടങ്ങുന്നു പൂ പോലെ ഉള്ളരുണൻ എന്നിങ്ങനെ ഒരു ഇത് എഴുതി വെച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചേ ഉള്ളൂ, അത് കേൾക്കാൻ പിന്നെ രസമായി, പിന്നെ ഒരു സ്പിരിറ്റാണ്. പിന്നെ അങ്ങനെ കുറേ എഴുതി. ഒരു സാമൂഹ്യ വിമർശനം ചെയ്യാൻ പറ്റുന്ന എന്തോ അത് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പ്രണയവും സ്വപ്നവും ദുരന്തങ്ങളും ഈ കണ്ണൂരുകാരന്റെ തൂലികയിൽ കവിതയായി ഒഴുകുമ്പോഴും ഇവയൊക്കെയും അച്ചടിമശി പുരളുന്നത് കാണാൻ ഇയാൾ കാത്തിരിക്കുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1 ദുബായ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഹജ്ജ് തീർത്ഥാടകൻ മദീനയിൽ നിര്യാതനായി. മജീദ് ജുമ്മയാണ് ഹോട്ടൽ ഷുർഫയിൽ നിര്യാതനായത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം.